ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ രാത്രി ഹൊറർ 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 സൈക്കോളജിക്കൽ ആയിട്ട് കണ്ട ഒരു ചെറിയൊരു മലയാളം ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ആക്ച്വലി ഷോർട്ട് ഫിലിം ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം റിവ്യൂസും കാര്യം എല്ലാം വന്നിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് ലേറ്റ് ആണ്. ഞാൻ പറഞ്ഞത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം കണ്ടത്. 40 മിനിറ്റിൽ അടങ്ങുന്ന നമ്മുടെ ഗ്രാനി എന്ന് പറഞ്ഞ മലയാളം ഷോർട്ട് ഫിലിമാണ് ഞാൻ കണ്ടത്. ആൻഡ് ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ്. 2 ക്യാരക്ടേഴ്സ് അതിനകത്തുള്ളൂ. ആൻഡ് മൂന്നാമതൊരു വോയിസ് ആയിട്ടൊരു ക്യാരക്ടറുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഭയങ്കര ഈ ഹൊറർ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ കുറേ എഫക്ട്സും കാര്യമൊന്നും ഇതിനകത്തില്ല. സൗണ്ട് എഞ്ചിനീയറിങ്ങും അതെ സൗണ്ടും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ആക്ടിങ്ങും വെച്ചിട്ടാണ് മെയിനായിട്ട് ഇതിൻ്റെ 95% ഓഫ് മൂവി എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് പേടിപ്പിക്കുന്ന എലമെൻറ്റിനെക്കാട്ടും കൂടുതൽ നമ്മളെ കഥയാണ് കുറച്ചുകൂടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ആൻഡ് ഈ കഥയിനകത്തൊരു ചെകുത്താനെ നമ്മുടെ ഗ്രാനി ഒരു കഥ പറയുന്നുണ്ട്. ഈ കഥേൻ്റെ ഉള്ളിലൊരു കഥ പറയുന്നുണ്ട് ഗ്രാനി. അപ്പോൾ ഒരു ചെകുത്താൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ചെകുത്താൻ്റെ കഥയിൽ 7 മക്കളെ കൺസ്യൂം ചെയ്യാൻ വന്ന ചെകുത്താൻ ലാസ്റ്റ് ഒരു 3 മക്കളെ സ്പെയർ ചെയ്യും. അപ്പോൾ ഈ സ്പെയർ ചെയ്ത 3 മക്കളെയും പിന്നീട് കുറച്ച് വളർന്നിട്ട് അതിനെ ഇതാക്കാൻ മീൻസ് ഭക്ഷിക്കാൻ ആ അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചെകുത്താൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ രക്ഷപ്പെട്ടു പോയ ഒരു കുട്ടീനെ ചെകുത്താൻ്റെ അടുത്തേക്ക് കിട്ടും. അപ്പം ചെകുത്താന് എന്ത് ചെയ്യും, നൈസായിട്ട് കൊല്ലാൻ വേണ്ടി കളിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു സംഭവമാണ്. ആൻഡ് കഥ ഏകദേശം കഥ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കഥ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. അത് കണ്ടിട്ടാണ് എനിക്ക് കുറച്ചുകൂടി ഇമ്പാക്റ്റ് കിട്ടുക ഞാൻ പറയുന്നതിനെക്കാട്ടും. ഗ്രാനി ഒരു കഥ പറയും. എനിക്ക് അതിൻ്റെ കുറച്ച് ഡൗട്ട്സ് എല്ലാം ഉണ്ട്. ശരിക്കും ഗ്രാനിയാണോ ചെകുത്താൻ, അതോ ചെകുത്താൻ ഗ്രാനീൻ്റെ ദേഹത്ത് പ്രവേശിച്ചതാണോ? സോ മച്ച് കൺഫ്യൂഷൻസ്. വേറെന്തെങ്കിലും ഉണ്ടോ ആർക്കറിയാം. ആക്ച്വലി ഞാൻ ഈ മൂവി ഇന്നലെയാണ് കണ്ടത്. ഷോർട്ട് ഫിലിം അധികം കാണാത്ത ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഗ്രാനി എന്നൊരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഭയങ്കര ഹൈപ്പ് കേട്ടുകൊണ്ട് മാത്രം ഇന്നലെ രാത്രി പോയി കണ്ടതാണ്. 40 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് രാത്രി പോയി കണ്ട് കുറച്ച് ഹൊറർ സൈക്കോളജിക്കൽ സാധനമായതുകൊണ്ട് കുറച്ച് പേടി കിട്ടിച്ച് എടുത്തിരിക്കുന്ന രീതിയൊക്കെ നൈസാണ്. ആൻഡ് നിങ്ങൾക്ക് ലാഗ് അടിക്കില്ല. അത്യാവശ്യം നല്ലൊരു സിനിമ കാണുന്ന ഒരു ഫീൽ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. എനിക്ക് ഓവറായിട്ടൊന്നും പറയാനില്ല. കാരണം നമ്മളിത് കണ്ട എക്സ്പീരിയൻസും നമ്മൾ കണ്ട് കഴിഞ്ഞിട്ട് പറയുന്ന എക്സ്പീരിയൻസ് രണ്ടും വ്യത്യസ്തമാണ്. ലൈക്ക് ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സേ വരുന്നുള്ളൂ. പിന്നെ ഒരു സൗണ്ട് ക്യാരക്ടറായിട്ട് വേറൊരു ഫോൺ ഫോൺ കോളിലൊരു എക്സ്ട്രാ ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷേ പുള്ളിക്കാരനെ കാണിക്കുന്ന പോലുമില്ല. ഓൺലി 2 ക്യാരക്ടർ വെച്ചിട്ടാണ് ഈ മൂവി മൊത്തം കൊണ്ടുപോകുന്നത്. ആൻഡ് മൂവിൻ്റെ എന്താ പറയുക, നമുക്ക് ചെറിയ ചെറിയ ഡൗട്ട്സും കാര്യമെല്ലാം വരും. നമ്മൾ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ വശപ്പശക്ക് തോന്നും. ബട്ട് ഇൻ ദ എൻഡിൽ നമുക്ക് കൺഫ്യൂഷൻ അങ്ങ് തീരും. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഒരു ചെകുത്താൻ്റെ ഒരു സംഭവമുണ്ട്. അതാണ് ഈ ചെകുത്താൻ്റെ ഒരു ഇതും കൂടെയാണ് ഇത് ഹൊററായിട്ട് വരുന്നത്. ഇപ്പോൾ കണ്ടവർക്കാണെങ്കിൽ ചെകുത്താൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ റാണി എന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കുക. ഹൈലി റെക്കമെൻഡഡ് സൈക്കോളജിക്കൽ ഹൊറർ ഷോർട്ട് ഫിലിം. ദാറ്റ്സ് പ്രിറ്റി മച്ച് ഗുഡ് ഗൈസ്. എനിക്ക് നെഗറ്റീവായിട്ട് പറയാൻ ഒന്നും ഇതിനകത്തില്ല. കാരണം ഗ്രാനീൻ്റെ ആക്ടിങ് ആയിക്കോട്ടെ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന മറ്റേ ബ്രോൻ്റെ ആക്ടിങ് ആയിക്കോട്ടെ, എല്ലാം അത്യാവശ്യം നല്ലതാണ്. പക്ഷെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക. അത്രയൊക്കെ കൊണ്ട് ഇന്നത്തെ വീഡിയോ. ബൈ.